എസ്തേർ 1 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മഹാനായ അഹസ്വേരോസിൻ്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായറിൻ്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമിയായുടെ പുത്രനായിരുന്നു. സൂസന നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദ രാജാവായ ഖോണിയോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങിയ മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന് എന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന എന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അതവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അതെല്ലാ വിശദാംശങ്ങളോടുകൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ഭ്രമിച്ചു. എസ്തേർ 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാദ, താറ എന്ന ഷണ്ഡന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ഡന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖ ഉണ്ടാക്കി സൂക്ഷിച്ചു. മൊർദെഖായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മൊർദെഖായിയോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഖേയനായ ഹമ്മെദാഥയുടെ മകൻ ഹാമോനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ഡന്മാരെ പ്രതി മൊർദെഖായിയെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു.